നിങ്ങളെടുത്ത ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെടുത്ത ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മളെടുത്ത ലക്ഷ്യങ്ങൾ പലപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ആ ഒരു തീരുമാനം നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള ശീലങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. നമ്മുടെ മുഴുവൻ ശീലങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഈ ശീലങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, ആ ശീലങ്ങൾ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലിയർ ആയിട്ട് അറിയിച്ചില്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി 10 കിലോ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ 10 കിലോ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് പലതരത്തിലുള്ള ശീലങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. രാവിലെ എഴുന്നേൽക്കേണ്ടി വരും, ജിമ്മിൽ പോകേണ്ടി വരും, കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ശീലങ്ങൾ ആ വ്യക്തിക്ക് ചെയ്യണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു 10 കിലോ കുറഞ്ഞിട്ടുള്ള ആ വ്യക്തിയുടെ പിക്ചർ സബ് കോൺഷ്യസ് മൈൻഡിന് ക്ലിയർ ആയിട്ട് അറിയിച്ചില്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ആ 10 കിലോ കുറക്കാനുള്ള ശീലങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. നമ്മുടെ ഗോളിൻ്റെ എത്ര നല്ല രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. വിഷ്വലൈസേഷൻ വഴിയും അഫർമേഷൻ വഴിയും നമുക്ക് നമ്മുടെ ഗോളിൻ്റെ ക്ലിയർ പിക്ചർ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കാൻ പറ്റുന്നതാണ്.